ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ, ഇവർ ചന്ദ്രനോട് കൂടിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത്. അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവരെ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ 18 മണി കയറാൻ അനുവദിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനത് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വരും. ഇങ്ങനൊരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്തു? ഇനി അത് വരാൻ പാടില്ല, നോക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. 2, ഞാനിപ്പോൾ ശ്രീജിത്തിന്, അദ്ദേഹത്തിന് ഞാനൊരു കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും, 3, 4, 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ഇറങ്ങണം. ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അത് നിലയ്ക്കലിൽ നിർത്തണം. നിലയ്ക്കൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആളുകൾ നിൽക്കും. രാത്രിയൊക്കെ 4, 5 മണിക്കൂർ നിന്നവരെ എനിക്കറിയാം. അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്താൽ നമുക്ക് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മരക്കൂട്ടം ടു ശരംകുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ 20ഓളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല. കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല. എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല, അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്ന അവർ വിചാരിക്കുന്നു. ഇന്ന് നമ്മളതിനെ സമഗ്രമായിട്ട്, കാരണം ഇത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല. 20 ക്യൂ കോംപ്ലക്സിൽ ഒരെണ്ണത്തിനകത്ത് 500-600 പേരൊക്കെ ഇരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും, ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് മാത്രമല്ല, കൂടുതൽ എന്തെങ്കിലും അവിടെ കയറി ഇരുന്നാൽ സുഖമായിട്ടിരിക്കാമെന്നൊരു വിചാരം വന്നാൽ ആളുകൾ ഇരിക്കും. അവിടെ കുറച്ച് 20-നകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് ഇന്നല്ലെങ്കിൽ നാളെ അത് നിലവിൽ വരും. ഇനി പോലീസുകാരുമായിട്ടൊന്ന് ഞാനൊരു ക്രമീകരണം നടത്തിയിട്ട് ഈ ഭക്തന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലക്സിൽ ഇരുത്തണം. അതിന് വേണ്ട അനൗൺസ്മെന്റ് അവിടെ വെക്കണം. ഇപ്പം അത് പറഞ്ഞിട്ടുണ്ട്, അത് അനൗൺസ്മെന്റ് വേണം. അവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതിനകത്ത് കയറി ഇരിക്കുന്നത്. നിങ്ങൾക്ക് ശീലമതല്ലല്ലോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഇരിക്കൂ, നിങ്ങളുടെ ടേൺ വരുമ്പം കൃത്യമായിട്ട് തുറന്നു വിടും എന്നുള്ളത് അവിടെ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് അനൗൺസ്മെന്റിലും അല്ലാതെയും ഈ ക്യൂ കോംപ്ലക്സിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഒരു കോർഡിനേറ്ററായിട്ട് ഒരാളെയും വെച്ച് ഇത് പറയും, നിങ്ങൾക്ക് ഇത്ര സമയത്ത് നമുക്ക് തുറന്നു വിടാം. ഇത് അങ്ങനെയാണെങ്കിൽ പതുക്കെ ഈ ആളുകൾ നിന്ന് ബോധം കെട്ട് പോകുന്നൊരു സ്ഥിതി ഒഴിവാക്കാൻ സാധിക്കും. ക്യൂ കോംപ്ലക്സുകളെ പ്രവർത്തനക്ഷമമാക്കുകയും അത് നമ്മളെ ഈ മാനേജ്മെന്റിനകത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് നിലയ്ക്കലിന് കൂടുതൽ സമയം ആളുകൾ നിർത്തുന്നതിൽ തെറ്റില്ല. കൂടുതൽ ബുക്കിങ്ങിനുണ്ട്, വിർച്വൽ ക്യൂവിൽ അല്ല, ഈ മറ്റേ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ആണ് ഇപ്പോൾ ആളുകൾ പമ്പയിൽ വരുന്നത്. അപ്പോൾ അതിന് ആളുകൾ പമ്പയിൽ അതിന് വേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് 7 അഡീഷണലായിട്ടുള്ള സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ബൂത്തുകൾ നമ്മളിപ്പോൾ നിലയ്ക്കലിൽ ഇന്ന് സ്ഥാപിക്കും. ഒരു 3-4 മണിയോടുകൂടി 7 എണ്ണം, പമ്പയിലുള്ളത് 4 മറ്റേ ഉള്ള ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല, അതവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി 7 എണ്ണം അഡീഷണലായിട്ട് നിലയ്ക്കലിൽ നമ്മൾ സ്ഥാപിക്കും. സോ ദാറ്റ് സ്പോട്ട് ബുക്കിങ്ങിന് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നിലയ്ക്കൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ പമ്പയിലെത്തി കൃത്യമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടാവണം. ശ്രീജിത്തിനോട് ഇതെല്ലാം ഞാൻ കത്ത് മുഖേന തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അതെനിക്കൊണ്ട് 2-3 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് മാറിക്കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ലോവർ തിരുമുറ്റത്ത് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയമാവുന്നുണ്ട്. അവരെ കുറേശ്ശെ മറ്റേ 18 മണി കയറ്റാൻ അനുവദിക്കണം എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിലെ പ്രതിസന്ധി. വേറെയും കൊച്ചു പ്രതിസന്ധികളുണ്ട്. എംപ്ലോയീസിൻ്റെ മെസ്സ് തയ്യാറായിട്ടില്ല. അതൊക്കെ പിന്നെ ചെറിയ കാര്യങ്ങളാണ്, ചെറുതല്ല. ഭക്ഷണക്കാര്യം വലിയ കാര്യം തന്നെയാണ്. അവർക്കെല്ലാം അന്നദാന മണ്ഡപത്തിൽ അന്നദാനം കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. 21-ാം തീയതി വരെ ആവും എംപ്ലോയീസിൻ്റെ മെസ്സ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവാൻ. പല കാരണങ്ങളാണ്. കാരണം 16-ാം തീയതി മറ്റുമാണ് അയാൾക്ക് ഇത് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുവരെ അന്നദാന മണ്ഡപത്തിൽ നിന്ന് അവർക്ക് കൊടുക്കാനും എംപ്ലോയീസിന് പ്രത്യേക ക്യൂ വെച്ചിട്ട് ഭക്തരോടൊപ്പം നിന്ന് അവരുടെ പ്രയോറിറ്റി ഓവർലുക്ക് ചെയ്യേണ്ട എംപ്ലോയീസിന് പ്രത്യേക ക്യൂ കൊടുത്തിട്ട് അവരവിടെ നിൽക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ താൽക്കാലിക പ്രശ്നങ്ങൾ. പിന്നെ കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
ചില പറഞ്ഞ് ചുക്കുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്ന് ചില ചോദിച്ചവരുമുണ്ട്. അതിന് 200 പേരെ കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഫ്ലാസ്കുകൾ കൊടുത്തിട്ട് ആളുകളുടെ ഇടയിലേക്ക് പോകണം, അല്ലാതെ ഒരു പോയിന്റിൽ വരുന്നവർക്ക് മാത്രം വെള്ളം എന്നുള്ളതല്ല. ഒരുപാട് പേരെ ക്യൂ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഈ വെള്ളവുമായിട്ട് പോകാനുള്ള 200 പേര് അഡീഷണലായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് സന്നദ്ധ സംഘടനകളും ഉണ്ട് ഇവിടെ, അവരുടെയും കൂടെ പ്രയോജനം എടുത്തുകൊണ്ട്. വെള്ളം ഒരു വലിയ വിഷയമാണ്, കാരണം 4 മണിക്കൂറെല്ലാം നിൽക്കുന്നവന് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അത് നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ക്യൂ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 200 പേര് അഡീഷണലായിട്ട് എടുത്തിട്ടുണ്ട്. വേറൊന്ന് പറയേണ്ടത്, ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ ക്ലീൻലിനെസ്, മുറികളിലെ ടോയ്ലറ്റ് ഒന്നും ക്ലീൻ ചെയ്യാൻ ആളുണ്ടായില്ല. ഇവർ 350 പേരെ എടുക്കണമെന്ന് വിചാരിച്ചു, 150 പേരെ കിട്ടിയുള്ളൂ. ഇന്നിപ്പോൾ 200 പേരെ തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകമായിട്ട് ഈ ശൗചാലയം ക്ലീൻ ചെയ്യാനുള്ളവരെ മാത്രമായിട്ട് 200 പേര് വരുന്നുണ്ട്. ജില്ലാ കളക്ടറുമായിട്ട് ഏർപ്പെടുത്തിയിട്ട് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെ അവരിവിടെ എത്തും. ശ്രദ്ധയിൽപ്പെട്ട മിക്കവാറും കാര്യങ്ങൾ ഒരുവിധം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് വേറൊരു വിഷയം. ഈ തമ്പടിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മരക്കൂട്ടമല്ല, നമ്മുടെ മാളികപ്പുറത്തിൻ്റെ പാലത്തിലൂടെ റിട്ടേൺ അടിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. അത് ക്രമീകരണം ഉണ്ടാക്കണം. ഇവിടെ ദർശനം കഴിഞ്ഞവർ പോകണം, പോകാത്തതിന് അല്ല അതെ. അയ്യോ, 18ാം പടിയിലെ പുതിയ ഒരു മേൽ നിർമ്മാണം വന്നല്ലോ. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഫലത്തിൽ ഇപ്പോൾ 2 പോലീസുകാർ നമ്മുടെ പടിയിൽ നിൽക്കുന്ന പോലെ 2 പേരെ വെച്ച് കയറാൻ. മാത്രമല്ല നമുക്ക് മുകളിൽ നിന്ന് നോക്കാൻ തന്നെ വയ്യാത്ത രീതിയിൽ ഒരു ബീം വെച്ചിരിക്കുകയാണ്. സ്പോട്ട് ബുക്കിംഗ് കൂടുന്നുണ്ട്. കാരണം സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഓൺലൈൻ ബുക്കിംഗ് നിന്നല്ലോ. ഓൺലൈൻ ബുക്കിംഗ് ഫസ്റ്റ് ഡേ തന്നെ തീർന്നു. ഇപ്പോൾ എത്ര ദിവസം വരത്തേക്ക് ഫുള്ളാണത്. അപ്പോൾ ഈ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാത്തവരിവിടെ വന്ന് സ്പോട്ട് ബുക്കിംഗ് എടുത്തില്ല എങ്കിൽ അവർക്ക് മറ്റ് സൗകര്യങ്ങളൊന്നും കിട്ടില്ല. അക്കോമഡേഷൻ ചോദിക്കുമ്പോൾ ബുക്കിങ്ങിൻ്റെ ചോദിക്കും. അതുകൊണ്ട് ഈ പുതിയ ക്രമീകരണങ്ങൾ വഴി സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ബുക്കിംഗ് ഇല്ലാതെ വന്ന ഒരാൾ തൊഴാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിന് നമുക്ക് നിയന്ത്രണം വയ്ക്കാൻ പറ്റില്ല. അതിന് പറ്റുമെന്നുള്ളത് നോക്കണം. ഇന്നില്ല സ്പോട്ട് ബുക്കിംഗ്, നാളെ ഉള്ളൂ എന്ന് പറഞ്ഞു നോക്കാം. നിലയ്ക്കല്ല അവിടെ നിർത്താൻ പറ്റുമെങ്കിൽ അതൊരു തീരുമാനം എടുത്തിട്ടില്ല. വരും, ഇത്രയും പ്രശ്നമില്ല. 80 90 പേര് കയറിയില്ല എങ്കിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് അടിയന്തരമായിട്ട് ഇപ്പോൾ പോലീസുമായിട്ട് ചർച്ച ചെയ്യാം. കാരണം ഇന്ന് വരുന്നാണ് പറയുന്നത്. ആണോ? നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരുന്നതാണ് എനിക്ക് കിട്ടിയ അറിവ്. അവർ വരട്ടെ. പക്ഷെ അവരെവിടെ ഈ പിൽഗ്രിംസിനെ കയറ്റാനൊന്നും അവർ സഹായിക്കില്ല. അവരെന്തെങ്കിലും കുറച്ചുകൂടെ ഭേദമാണ്. അവർ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചപ്പെടും. ഞാനത് ബന്ധപ്പെടാം. അവർ എത്രയും പെട്ടെന്ന് വരട്ടെ. NDRF അതിനകത്ത് എക്സ്പേർട്സാണ്. പൂർണ്ണമായിട്ടില്ല, അഡീഷണലായിട്ട്. പമ്പയിലുള്ള 4 കൗണ്ടർ ഇവിടെ ഉണ്ടാവും. നിലയ്ക്കൽ ആളുകളെ അവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കാനായിട്ട് നമ്മൾ 7 സ്പോട്ട് ബുക്കിംഗ് അങ്ങോട്ട് മാറ്റും. പമ്പയിലേക്ക് വരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ്. ഇനി സ്പോട്ട് ബുക്കിങ്ങിന് ലിമിറ്റ് വയ്ക്കാൻ പറ്റുമോ നമ്മളത് നോക്കട്ടെ. ഇന്ന് സ്പോട്ട് ബുക്കിംഗ് തീർന്നു പോയി, നാളത്തേക്ക് എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ പ്രായോഗികത പരിശോധിച്ചിട്ടില്ല. ചെയ്യാം. അല്ല, എന്ത് പറയാം? ഇന്നിപ്പോൾ തീരുമാനം എടുത്ത് പറയാം. അല്ലേ, ഇതൊരു തീരുമാനം എടുത്തിട്ട് ഇന്ന് പറയുക. ഞങ്ങൾ പത്രക്കുറിപ്പായിട്ടോ തീരുമാനിച്ചിട്ടില്ല. അത് ഇതൊക്കെയാണ് അടിയന്തരമായിട്ടുള്ള ചില സംഗതികൾ. അല്ല, ഇപ്പോൾ അത് പറഞ്ഞു അത് ഇത് മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട്. ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ്. പമ്പ വളരെ മലിനമാണ്. കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടെ വരും. അത് പമ്പ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇവരുടെ മരാമത്തിൻ്റെ കുറേ സാധനങ്ങൾ തന്നെ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നോട് അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒരു ദിവസമല്ലേ ആയുള്ളൂ. ഇന്നുകൊണ്ട് ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സംഗതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അതെ, ഇങ്ങനെ തന്നെ പോകും. പിന്നെ അതിനുള്ള വേണ്ടത്ര മുന്നൊരുക്കങ്ങളുടെ ഒരു അഭാവമുണ്ട്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ കോൺട്രാക്ടർക്ക് മെസ്സ് കൊടുത്തത് 16-ാം തീയതിയാണെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എംപ്ലോയീസ് പലരും വന്നിട്ടില്ല. ഡ്യൂട്ടിക്ക് കൊടുത്ത എംപ്ലോയീസ് തന്നെ വന്നിട്ടില്ല. വരാത്തവരെയൊക്കെ വിശദീകരണം ചോദിച്ച് ബാക്കി ആളുകളെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണ്
ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. സർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഈ അപര്യാപ്തതയിലെ അയൽ സംസ്ഥാന ഭക്തരിൽ നിന്നൊക്കെ വലിയ പരാതികൾ, പ്രതിഷേധങ്ങൾ പോലെ ഉയരുന്നുണ്ട്. അത് കുടിവെള്ളം, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ശൗചാലയങ്ങൾ വൃത്തിയില്ല എന്നുള്ളതാണ് അതിനിപ്പോൾ പരിഹാരം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശുചിമുറികളിൽ. ആണോ? അത് പരിശോധിക്കാം. അത് ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ആവശ്യത്തിന് നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് ഉണ്ട്, വെള്ളം വയ്ക്കാനും ആളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ശരംകുത്തി ഭാഗങ്ങളിലൊക്കെ രാത്രിയിൽ വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല, ഇരുട്ടിലായിരുന്നു ഈ കാട്ടുപന്നികളോളം. അതിപ്പോൾ ഈ ക്യൂ കോംപ്ലക്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും. നമുക്കത് ലൈറ്റ് ഇല്ലെന്ന് പരിശോധിക്കാം. ഉദ്യോഗസ്ഥരും കാര്യമായിട്ടില്ലായിരുന്നു എന്ന് പറയുന്നത്. ആണ് ഇന്നലെ രാത്രിയോ? ഇന്നലെയോ? 2 രാത്രിയിലേ ആയിട്ടുള്ളൂ. നമുക്ക് നോക്കാം ആളുകൾ വരുന്നത്. അല്ല, ഈ പരാതികൾ പരിഹരിക്കും, പരിശോധിക്കുകയല്ല പരിഹരിക്കും. നമുക്ക് നോക്കാം. പിന്നെ അടിസ്ഥാനപരമായി വേറെ ചില കാര്യങ്ങളുണ്ട്, അത് പിന്നെ ഒരു അവസരത്തിൽ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ അത് പറയേണ്ട ഒരു സമയമല്ല. എന്ന് പറഞ്ഞാൽ ഈ സ്പോൺസർഷിപ്പ് പിരിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറൊക്കെ ഉണ്ട്, അതൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഡയറക്റ്റായിട്ടുള്ള സ്പോൺസർ ഇടപാടേ ഉള്ളൂ ഇനി. അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറയാം. ഇപ്പോൾ തൽക്കാലം നമുക്കിതാണ് വിഷയം. അപ്പോൾ അത് കാര്യങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ NDRFനെ പെട്ടെന്ന് വരുത്താം, പരിശോധിക്കട്ടെ. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ക്രമീകരണത്തിലൂടെ കുറേ മാറ്റും.